നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെഹ്റാൻ വളഞ്ഞിരിക്കുകയാണ് മൊസാദ് ചാരന്മാർ. അതായത് ഇറാൻ വീണ്ടും തലപൊക്കുന്നു എന്നുള്ള സംശയം ഉടലെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ ചില നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ചില സംശയങ്ങളാണ് ഉയരുന്നത്. ഇതുമാത്രമല്ല, ഇസ്രയേലിന്റെ ആണവ രഹസ്യങ്ങൾ ചൂണ്ടിയെടുക്കാൻ IRGC, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്, ഒരു സംഘത്തെ നിയോഗിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാനിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങൾ മണത്ത് കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്നും എന്നാൽ ഇസ്രയേലിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ കണ്ടിട്ടേയില്ല എന്നുള്ള ഭാവം നടിക്കുകയാണെന്നും ഇറാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാനിൽ പെറ്റുകിടക്കേണ്ട കാര്യമില്ല എന്നും ഇറാൻ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യുറേനിയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ മുഴുവനായും ഒരു രഹസ്യ വലയം തീർത്തിരിക്കുകയാണ് ഇസ്രയേൽ. അതിന് കാരണം ഇസ്രയേലിന്റെ ചില നിർണായക വിവരങ്ങൾ അത് ഇറാൻ ചൂണ്ടിയെടുത്തോ എന്നുള്ള ഒരു സംശയമാണ്. ഇറാന്റെ അതിർത്തിക്കുള്ളിൽ 60% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരമുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. 10 ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ ഈ അളവ് മതിയാകും. മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ഇറാനിയൻ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്. ജൂണിലെ സംഘർഷത്തിൽ സാരമായി തകർന്ന മിസൈൽ ശേഷി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ടെഹ്റാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടിയെല്ലാം ഇറാൻ ആണവ പരീക്ഷണങ്ങൾ തകൃതിയാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇസ്രയേലിന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്താനും ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ആ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചിലന്തിമട എന്ന് പേരിട്ട ഡോക്യുമെന്ററി ഇറാന്റെ ദേശീയ ചാനൽ സംപ്രേഷണം ചെയ്തത്. ഇസ്രയേലിന്റെ ആണവായുധ പദ്ധതികൾ, ആണവ പുനർസംസ്കരണ സ്ഥാപനങ്ങൾ, അവയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ കൈവശമാക്കിയതായി ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഇസ്മായിൽ ഖത്തീബ് അവകാശപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനും ഇല്ല എന്നായിരുന്നു ഇദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഇസ്രയേലിൽ നിന്ന് ചിലതെന്തൊക്കെയോ ഇറാന് കിട്ടി എന്നുള്ളത് ഈ പറയുന്ന മൊസാദിനും അതുപോലെ തന്നെ ജൂതപ്പടയ്ക്കും എല്ലാം വ്യക്തമായിരുന്നു. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇറാന് മുകളിൽ വീണ്ടും ഇപ്പോൾ ശക്തമായ ഒരു നിരീക്ഷണം ഇസ്രയേൽ നടപ്പാക്കിയിരിക്കുന്നത്. ആണവ ശാസ്ത്രജ്ഞരുടെയും സൈനിക പ്രമുഖരുടെയും ചിത്രങ്ങളും പാസ്പോർട്ട് പകർപ്പുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചിലന്തിമടയിലൂടെ അന്ന് ഇറാൻ പുറത്തുവിട്ടു. ഇസ്രയേലിന് ഫ്രാൻസും അമേരിക്കയുമായുള്ള ആണവ സഹകരണ പദ്ധതികളുടെ വിവരങ്ങൾ ലഭിച്ചു എന്നായിരുന്നു ഇറാൻ അവകാശപ്പെട്ടത്. പുറത്തുവിട്ടവയിൽ ഡിമോണ ആണവ കേന്ദ്രത്തിലെ ഹാളുകളുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ US ഇസ്രയേൽ ആണവ സഹകരണം സംബന്ധിച്ച വിവരങ്ങളും ഉണ്ടായിരുന്നു. എന്തിനേറെ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. യുദ്ധത്തിനു മുൻപ് തന്നെ ഇസ്രയേലിന്റെ നിരവധി രഹസ്യരേഖകൾ കൈവശമുള്ളതായി ഇറാനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിന യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ആണവായുധ പരിപാടിയിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന ചെയിൻ വീസ്മാൻ ലബോറട്ടറിയെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ പരീക്ഷണങ്ങൾ അതെവിടെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചില ആണവ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഇറാന് കിട്ടി എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പൂർണ്ണമായും ഇസ്രയേൽ സ്ഥിരീകരിച്ചില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇസ്രയേൽ തയ്യാറായില്ല. അവയിൽ കുറച്ചധികം അതിശയോക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ ജനതയെ ആവേശം കൊള്ളിക്കാനുള്ള ഏച്ചുകെട്ടലുകളും ഉണ്ടാവാം. പക്ഷേ ഇറാൻ പുറത്തുവിട്ട രേഖകൾ മൊത്തം വ്യാജമാണെന്ന് പറയാനും കഴിയില്ല. ഇറാൻ അവകാശപ്പെടുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ശരി എന്ന് വന്നാലും അത് ഇസ്രയേലിനും ചാരസംഘടന മൊസാദിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല, മാനക്കേടും ചെറുതല്ല. കാരണം ഇസ്രയേലിൽ നിന്ന് ഒരു വിവരങ്ങളും പുറത്തേക്ക് ചോരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇസ്രയേലിനുണ്ട്. അവിടെ നിന്നാണ് എന്തൊക്കെയോ ചില പൊട്ടും പൊടിയും ഇറാന് വീണ് കിട്ടിയത്. അതായത് ഇസ്രയേലിനുള്ളിൽ ഇറാന്റെ ചാരന്മാരുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നത്. നമുക്കറിയാം, ഇറാനിലെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ചാരന്മാർ
നിരവധി പേരാണ് ഇറാനിൽ, അതായത് സ്വന്തം പൗരന്മാർ പോലും ഇറാനെ ചവിട്ടിപ്പുറത്താക്കി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നവരാണ്. ദശകങ്ങളായി ഇറാന്റെ ഉള്ളിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന മൊസാദ് ഏജൻസികൾക്ക് വീരനായക പരിവേഷമാണ് ലോകത്തുള്ളത്. അവർ നൽകിയിരുന്ന കൃത്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാന്റെ ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇതുവരെ ഒന്നൊന്നായി തീർത്തുകൊണ്ടിരുന്നത്. ഇറാനിൽ 2010 നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വഴി ഇസ്രയേൽ വൈറസ് പ്രയോഗിച്ചുള്ള ആക്രമണം നടത്തിയിരുന്നു. കേന്ദ്രത്തിലെ 1000-ഓളം സെൻട്രിഫ്യൂജുകളെ ഇത് തകരാറിലാക്കിയ വലിയ ഓപ്പറേഷനായിരുന്നു. അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ഇസ്രയേൽ ഈ ഒരു വൈറസ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. അത് ഇറാനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി. വൻ തിരിച്ചടിയാണ് ഇവരുടെ ആണവ പരീക്ഷണങ്ങളിൽ അന്നുണ്ടായത്. ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവെന്ന് കരുതപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദയെ 2026 നവംബർ 27 വധിച്ച രീതി ലോകത്തെ ഞെട്ടിച്ചതാണ്. ഫക്രിസാദയെ ഒരു നിസാൻ ട്രക്കിൽ ഘടിപ്പിച്ച മെഷീൻ ഗണ്ണിൽ നിന്നും റിമോട്ട് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല എങ്കിലും അവർ ചെയ്തു എന്ന് ലോകം വിശ്വസിക്കുന്ന അതിസാഹസികവും അതിനൂതനവുമായ ഓപ്പറേഷനുകൾ എത്രയോ വലുതാണ്. അത്തരത്തിലുള്ള മൊസാദിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്രയേലിൽ നിന്നുള്ള ആണവ രഹസ്യങ്ങൾ ഇറാന് ചോർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. വീണ്ടും ഇസ്രയേലിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇറാന്റെ നീക്കം വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ടെഹ്റാനിൽ മുഴുവൻ ചാരവലയം തീർത്തിരിക്കുന്നു. അതായത് ഇസ്രയേലിനെ ഒറ്റുന്നവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കവും, അതുപോലെ തന്നെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അതിൻ്റെ മുച്ചൂടും തകർക്കുന്നതിന് വേണ്ടിയിട്ടും ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. അവരെ കൊലപ്പെടുത്തുന്നതിലേക്കുമാണ് ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. കൂടാതെ എന്തൊക്കെ വിവരങ്ങൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രയേലിന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇറാനിൽ വലിയ ഒരു നിരീക്ഷണ വലയം ഇസ്രയേൽ തീർത്തിരിക്കുന്നത്. ഇറാൻ ഒരു ആണവ രാജ്യമായാൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാണെന്ന് ജൂതർക്കറിയാം. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ്. അവയിൽ തങ്ങളുടെ ആണവ രംഗത്തെ പരിശ്രമങ്ങളൊക്കെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടതിലും വളരെ കൂടിയ അളവിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് തന്നെയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന്. ഇറാൻ ആണവായുധം കൈവശം വെക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രയേലിന് പറ്റില്ല. കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ മുൻകൈയെടുത്ത് നടപടിയെടുക്കാൻ അനുവദിക്കുന്നതാണ് ഇസ്രയേലിന്റെ ബെഗിൻ സിദ്ധാന്തം. ബെഗിൻ സിദ്ധാന്തം എന്നത് ഇസ്രയേലിന്റെ ഒരു നയതന്ത്രവും സൈനികവുമായ നിലപാടാണ്. ഇത് ശത്രുക്കൾ കൂട്ടക്കൊല നടത്താനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് മുൻപ് അവയെ മുൻകൂട്ടി ആക്രമിക്കാൻ അനുവദിക്കുന്നു. 1981 ഇറാഖിലെ ഒസിറാഖ് ആണവ റിയാക്ടറിനെ ആക്രമിച്ചതും 2007 സിറിയയിലെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചതും ഈ സിദ്ധാന്തത്തിന്റെ പ്രയോഗമായിരുന്നു. ഈ നിലപാട് ഇസ്രയേലിനെ നയതന്ത്രപരമായും സൈനികമായും ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇറാന് ആണവായുധം ലഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇസ്രയേലിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ഇറാൻ ആണവ രാഷ്ട്രമാകുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി വലിയ നിരീക്ഷണം ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ മേഖലയിൽ പല യുദ്ധമുഖങ്ങളാണ് തുറന്നിരിക്കുന്നത്. ഗാസയിൽ ആക്രമണം നടക്കുന്നുണ്ട്, ലെബനനിൽ ആക്രമണം നടന്നു, ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കുന്നു. സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള മിലീഷ്യകളുടെ ആക്രമണങ്ങൾ എല്ലാം ഇസ്രയേൽ ഒരു വഴിക്കുകൂടി നിരീക്ഷിച്ചു വരികയാണ്. അതിനൊപ്പം തന്നെ ഇറാനിലേക്ക് അതിശക്തമായ ചാരക്കണ്ണുകൾ തുറന്നു വെച്ചിട്ടുമുണ്ട്. ഒരു തരത്തിലും ഇസ്രയേലിനെ ഇനി ആക്രമിക്കാൻ ഇറാൻ തുനിയരുത് എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഇറാനെ നാമാവശേഷമാക്കിയേ മടങ്ങൂ എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും തീരുമാനം. അതിനുവേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയാണ്. ഇനിയും ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധം നടന്നാൽ ഉറപ്പായും ഇസ്രയേൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്കായിരിക്കും നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.